തൃപ്പൂണിത്തറ ഫൊറോന വികാരി ബഹുമാനപ്പെട്ട ജോഷി വേഴപ്പറമ്പൽ അച്ഛനെ ദേഹോപദ്രവം ചെയ്തത് സഭ മാത്രമല്ല മാനവകുലം ഒന്നാകെ അപലപിക്കേണ്ട ഒരു കുറ്റകൃത്യമാണത്. നമ്മുടെ ന്യായ സംഹിത അനുസരിച്ച് അതിലെ സെക്ഷൻ 323 അനുസരിച്ച് ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഫൈൻ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണത്. അപ്പോൾ ഈ കുറ്റകൃത്യത്തെ മൂടിവെക്കാനായിട്ട് തൽപര കക്ഷികൾ പലരെയും സ്വാധീനിക്കുന്നതായി, പോലീസ് വിഭാഗത്തെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പൗരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം നൽകുന്നതാണ്. അപ്പോൾ ദേഹോപദ്രവം ചെയ്യുക, അതൊരു വൈദികനെ മാത്രമല്ല, ആരെയും ദേഹോപദ്രവം ചെയ്യുക അത് കുറ്റകൃത്യമാണ്, ക്രൈമാണ്. ആ ക്രൈമിൽ ഉൾപ്പെട്ട വ്യക്തികൾ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച ഇല്ല എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് ഇത് സംഭവിക്കാൻ പാടില്ല. മാർപ്പാപ്പ മരിച്ചതിന് ശേഷമല്ല, അറിയിപ്പ് ലഭിച്ചതിന് ശേഷമല്ല അവർ ടൂറ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. മരണവാർത്ത അറിയുന്നതിന് മുമ്പേ ആണ് എന്ന് പറയുമ്പോൾ അവർ നിരപരാധികളാണ് ആ വിഷയത്തിൽ. ഞാൻ അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ആ വിഷയത്തിൽ ഇവരാരാണ് നിയമം കയ്യിലെടുത്ത് ചോദ്യം ചെയ്യാനും ശിക്ഷ വിധിക്കാനും? ഇവരാരാണ് ഇന്ത്യ രാജ്യത്ത്? അങ്ങനെ ചെയ്യുന്നത് സാധാരണ ഇതിൽ ക്രിമിനലുകളാണ്. ക്രിമിനലുകൾക്ക് തക്ക ശിക്ഷ കോടതി വഴി വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉള്ളതുകൊണ്ടാണ് ഇതൊരു ക്ഷേമരാഷ്ട്രമാകുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ പ്രധാന വിഷയം ഈ പിക്നിക്കും ടൂറും ഒന്നും അല്ല. ഇതിൻ്റെ പ്രധാന വിഷയം ഈ 50-50 കുർബാനയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ബോസ്കോ പുത്തൂര് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഇവിടെ അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷമാണ് സഭയിൽ ഈ കിരാതമായ ഒരു ഭരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി ദുരുപയോഗിച്ചുകൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പല നിയമനങ്ങളും ഒക്കെ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ കാനൻ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം 4 അഡ്മിനിസ്ട്രേറ്റർമാരെ 4 പള്ളികളിൽ നിയമിച്ചു. അതിൽ ഒരു പള്ളിയാണ് തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫൊറോന പള്ളി. ആ 4 അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിയമം കാനൻ നിയമം അനുസരിച്ച് നിയമലംഘനമാണ്. കാരണം പൗരസ്ത്യ കാനൻ നിയമം 284 പ്രകാരം ഒരു വികാരി അച്ഛന് മിനിമം 3 വർഷം ഓഫീസിൽ തുടരാം. അത് കാനൻ 284 ഉറപ്പ് തരുന്നതാണ് സേവനത്തിന് വരുന്ന വൈദികന് സ്റ്റബിലിറ്റി ഇൻ ഓഫീസ് എന്ന് പറയുക. അപ്പോൾ സ്റ്റബിലിറ്റി ഇൻ ഓഫീസ് തുടർന്ന് നമ്മുടെ ബിഷപ്പ് സിനഡ് അത് 3 വർഷമാക്കി മിനിമം, ചില പ്രത്യേക കാരണങ്ങളാൽ അത് കൂട്ടിക്കൊടുക്കാം ലോക്കൽ ബിഷപ്പിന്. പക്ഷെ മിനിമം 3 വർഷം അവർക്ക് സർവീസ് ചെയ്യാം. എന്ത് കാരണത്താലാണ് 1 വർഷം പോലും തികയാതിരുന്ന
ഫാദർ ജോഷിയെ അദ്ദേഹത്തിന്റെ അജപാലന അധികാരം കവർന്നെടുത്തുകൊണ്ട് പകരം ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഈ മോസ്കോ വെച്ചത് എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കോടതി വേർഡിക്റ്റ് മാനിക്കാനും അതോടൊപ്പം തന്നെ അജപാലനപരമായ കാരണങ്ങളാൽ അതിൻ്റെ അനൗചിത്യത്തെ ചോദ്യം ചെയ്യാനൊക്കെ അദ്ദേഹത്തിനും മറ്റെല്ലാവർക്കും കടമയുണ്ട്. അത് ഒരു നിയമലംഘനമാണെന്ന് സൂചിപ്പിച്ചു. കാരണം 3 വർഷം തികയാത്ത ഒരു വികാരച്ചനെ നീക്കം ചെയ്ത് ബലപ്രയോഗത്തിലൂടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അവിടെ കെട്ടിയിറക്കിയത് അത് കാന നിയമത്തിൻ്റെ ലംഘനമാണ്. അജപാലനപരമായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ വിഷയം കോടതിയിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ അധികം കിടക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന കുറച്ച് പേര് അവരാണോ ഇടവകയെ ഭരിക്കേണ്ടത്? കാന നിയമത്തിൻ്റെ ലംഘനം ഇവർക്ക് മനസ്സിലാകുന്നില്ലേ? അതായത് ഇടവക ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്ഥാപനമാണ്. അത് ഒരു ജുറിഡിക്കൽ പദവി അതിനുണ്ട്. നിയമാനുസൃത വ്യക്തിയാണ്, ജുറിഡിക്കൽ പേഴ്സണാണ് ഇടവക. അതുകൊണ്ട് തന്നെ നിയമമാണ് ഇടവകകളെ ഭരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഇടവകയിൽ 3 വർഷം മിനിമം സേവനം ചെയ്യാനായിട്ട് കൽപ്പന കിട്ടി വന്ന വൈദികനെ പുറത്താക്കുന്നത് നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമതായിട്ട് സഭയിലെ നിയമങ്ങളെ ബിഷപ്പ് തന്നെ കാറ്റിൽ പറത്തി ദുർമാതൃക കാണിക്കുന്ന ഒരു ഭാഗം നാം അവഗണിച്ചുകൂടാ. മൂന്നാമതായിട്ട് 50-50 കുർബാന അർപ്പിക്കണമെന്നുള്ള വിഷയമാണ് ഇതിൻ്റെ കാതൽ. അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നയത്തിന് വിരുദ്ധമാണ്. അതിന് ഒരു കാരണം 2021 50-50 കുർബാന ഓൺലൈൻ സിനഡിൽ പാസ്സാക്കിയെന്ന് പറയുന്നു. അത് പ്രൊസീജിയർ തെറ്റിച്ചിട്ടാണ്, നടപടിക്രമം തെറ്റിച്ചിട്ടാണ് അത് പാസ്സാക്കിയത്. അതിൽ പല നിയമ ലംഘനങ്ങളും കോൺസ്റ്റിറ്റ്യൂഷന്റെ ലംഘനങ്ങളും ഭരണഘടനയുടെ ലംഘനങ്ങളും ഒക്കെ ഉണ്ട് അത് പാസ്സാക്കുന്നതിൻ്റെ പുറകിൽ. ഇതൊക്കെ സഭാംഗങ്ങൾക്ക് പലർക്കും അറിയില്ല. ഉദാഹരണമായിട്ട് സിനഡിന്റെ സ്റ്റാറ്റ്യൂട്ട്സ് സിനഡ് പരസ്യമായി ലംഘിക്കുകയാണ്. 2001 സിനഡിൽ പുതിയ ഒരു ടെക്സ്റ്റ് അവതരിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നു സ്റ്റാറ്റ്യൂട്ടുണ്ട്, നിയമമുണ്ട്, ചട്ടമുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ട് കുർബാന ടെക്സ്റ്റ് പരിഷ്കരിച്ചപ്പോൾ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി അതിൽ അൽമായരുടെ, സന്യസ്തരുടെ, വൈദികരുടെ ഒക്കെ പ്രതിനിധികളുണ്ട്. അവരോട് കൂടി ആലോചിച്ച് അവരുടെ സമ്മതത്തോടുകൂടിയാണ് ടെക്സ്റ്റ് അപ്രൂവ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഇൻ ഇംപ്ലിമെന്റിങ് ദം ഫോർ യൂസ് അവിടെയും സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയോട് ആലോചിക്കണമെന്നാണ് ചട്ടം, സ്റ്റാറ്റ്യൂട്ട്. അത് മെത്രാന്മാർ ചെയ്തില്ല. ഇത് ഈ 50-50 നടപ്പിലാക്കുമ്പോൾ വൈദിക, സന്യസ്ത, അൽമായ പ്രതിനിധികളായ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയോട് ആലോചിച്ചില്ല. നിയമലംഘനമാണ്. മെത്രാന്മാരെ മാത്രം തീരുമാനിച്ച് അടിച്ചേൽപ്പിച്ചതാണ്. അതുകൊണ്ട് നിയമലംഘനം നടന്ന ഈ 50-50 കുർബാന നിയമാനുസൃതമല്ല. നിയമാനുസൃതമല്ലാത്ത ഒരു നിയമം അംഗീകരിക്കാൻ ആർക്കും ചുമതലയില്ല. മറ്റൊന്ന്, ഇതിൽ ഭരണഘടനാ പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. റോമിലേക്ക് ഇതിൻ്റെ ഡ്രാഫ്റ്റ് അംഗീകാരത്തിന് അയക്കുമ്പോൾ 50-50 ഇല്ലായിരുന്നു എന്ന് സിനഡൽ ന്യൂസ് 2021 ഔദ്യോഗികമായ ബുള്ളറ്റിൻ പറയുന്നു. അത് തിരികെ വന്നതിന് ശേഷം, അപ്രൂവൽ കിട്ടി തിരികെ വന്നതിന് ശേഷം സിനഡിൽ നിയമലംഘനം നടക്കുന്നു. കൂട്ടിച്ചേർത്തതാണ് ഈ 50-50. അത് പാടില്ല. പൗരസ്ത്യ കാനൻ നിയമം 657 പ്രകാരം ടെക്സ്റ്റ് എല്ലാം ഹോളി സീ, പരിശുദ്ധ സിംഹാസനം അംഗീകരിക്കണമെന്നുണ്ട്. അപ്പോൾ അംഗീകാരത്തിന് സമർപ്പിച്ച ഡ്രാഫ്റ്റിൽ 50-50 ഇല്ലായിരുന്നു എന്ന് പറയുന്നത് സഭയുടെ തന്നെ ഔദ്യോഗിക ബുള്ളറ്റിനായ സിനഡൽ ന്യൂസാണ്. അപ്പൊ കാനൻ 657 അനുസരിച്ച് ഈ ടെക്സ്റ്റിൽ തന്നെ എന്തുണ്ടാകണം? 50-50 ഉണ്ടാകണമായിരുന്നു. അതില്ലായിരുന്നു. അപ്പൊ 50-50 പരിശുദ്ധ സിംഹാസനത്തിന്റെ ഹോളി സീയുടെ അപ്രൂവൽ ഇല്ല.
കാരണം അയച്ച ടെക്സ്റ്റില്ലായിരുന്നു. രണ്ടാമത്തെ ഭരണഘടനാ ലംഘനം, കോൺസ്റ്റിറ്റ്യൂഷനാണ് കാനൻ നിയമങ്ങൾ, അതിന്റെ ലംഘനം രണ്ടാമത്തേത് എന്താണെന്നറിയോ? അത് പൗരസ്ത്യ കാനൻ നിയമം 668 പ്രകാരം പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച ടെക്സ്റ്റില് കൂട്ടിച്ചേർക്കലുകൾ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല, മോഡിഫൈ ചെയ്യാൻ, ഭേദഗതി ചെയ്യാൻ പാടില്ല. അപ്പോൾ 50 ഇല്ലായിരുന്ന പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച ഒരു ടെക്സ്റ്റ് സിനഡിൽ കൊണ്ടുവന്ന് അതിൽ ഒരു മെത്രാപ്പോലീത്തായുടെ ആവശ്യപ്രകാരം 50 കൂട്ടിച്ചേർത്തു. അപ്പൊ ആഡ് ചെയ്യാൻ പാടില്ല. അത് കാനൻ 668 പറയുന്നു. അങ്ങനെ ഭരണഘടന ലംഘിച്ചാണ് 50 ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പല ആളുകൾക്കും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ 50 ഈ അതിർവിധി നടപ്പിലാക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. വളരെ ന്യൂനപക്ഷമാണ് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ ചുരുക്കമാണ്, ഇടവകയുടെ അജപാലന ആവശ്യത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പ് സമ്മർദ്ദ തന്ത്രവുമായി അടിച്ചേൽപ്പിക്കാൻ വരുന്നത് ഇടവക എന്ന നിയമാനുസൃത വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഇടവകയുടെ ഭരണം നടത്തുന്ന വികാരിയച്ഛൻ സ്റ്റാറ്റ്യൂട്ട്സ് അനുസരിച്ച് മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവകയുടെ ഭരണത്തിൽ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, പ്രതിനിധി അംഗങ്ങൾ, പൊതുയോഗം, ഈ ഇരു കൂട്ടരുമാണ് നിയമപരമായി ഇടപെടേണ്ടത്. ഈ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ അവരുടെ യോഗത്തിലെ തീരുമാനം, പൊതുയോഗം അവരുടെ യോഗത്തിലെ തീരുമാനം അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേലധികാരികളെ അറിയിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്താനും ഒക്കെ വികാരിച്ചിന് കടമയുണ്ട്. അപ്പോൾ തൃപ്പൂണിത്തുറ ഫൊറോന പള്ളിയിൽ നിയമം പാലിക്കുന്ന, നിയമം അനുസരിച്ച് അജപാലന ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെ കയ്യേറ്റം ചെയ്യുന്നത് നിയമത്തെ വെല്ലുവിളിക്കാണ്, നിയമം കയ്യിലെടുക്കാണ്. ഒരു ചെറിയ ഗ്രൂപ്പ് ഓരോ ഇടവകകളിലും അവരുടെ തന്നിഷ്ടം, അവരുടെ തോന്നിയാസം നടപ്പിലാക്കാനായിട്ട് പോയാൽ നമ്മുടെ ഇടവകളൊക്കെ മരണത്തിന് വിധേയമാകും. അത് സഭയല്ല, അതൊരു ക്രിമിനലുകളുടെ ഒരു കൂടായിട്ട് അധപ്പതിക്കും. അപ്പോൾ ഞാൻ സംഗ്രഹിക്കുന്നു, തൃപ്പൂണിത്തുറ പള്ളിയിലെ വികാരിയച്ഛനെ ആക്രമിച്ചത് നിയമപരമായി കുറ്റകൃത്യമാണ്. അക്രമികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ കുർബാന വിഷയത്തിൽ 50 നിയമാനുസൃതമല്ല. അത് അനുസരിക്കാൻ അച്ഛന്മാർക്കോ സന്യസ്തർക്കോ അൽമായർക്കോ യാതൊരു ബാധ്യതയുമില്ല. താങ്ക് യു.